ചാപ്റ്റർ 5 ഓർഗനൈസിങ്. നാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞിരുന്നു. അതിലൊന്നാമത്തെ ഫങ്ഷനായിട്ടുള്ള പ്ലാനിങ് ആണ് നാം നമ്മുടെ 4th ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്തത്. ഇത് നമ്മുടെ 5th ചാപ്റ്ററിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഫങ്ഷനായ ഓർഗനൈസിങ്, എൻ്റെ മലയാളം സംഘാടനം എന്നാണ്. ഈ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫങ്ഷനും അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് 5th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് എന്താണ് ഓർഗനൈസിങ്? വാട്ട് ഈസ് ഓർഗനൈസിങ്? ഓർഗനൈസിങ്ങിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് different activities of an organization for achieving the objectives. നമുക്കറിയാം, എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഥാപനത്തിനുള്ള ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ചെയ്യുന്നത്. എന്നാൽ എന്താണ് ഓർഗനൈസിങ്ങിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഈ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും എന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള ഒരേപോലത്തെ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തരംതിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഈ മീനിങ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമുക്കിനി നോക്കേണ്ടത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആണ്. സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. The very first step is identification and division of work. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആദ്യം നമ്മുടെ ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്കിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ എൻ്റയർ ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഹെൻറി ഫയോൾ, അല്ലേ? അതായത് ഇവിടെ ജോബ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് ഓരോരുത്തർക്കായിട്ട് നാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. And the second step is departmentalization. ഇവിടെ ഐഡൻറ്റിഫിക്കേഷനും ഡിവിഷനും കഴിഞ്ഞാൽ അടുത്ത് നടത്തേണ്ടതാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ. എന്താണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ? മീൻസ് once work has been divided into small tasks and those activities which are similar in nature are grouped together. അതായത് ഇവിടെ നാം തൊട്ട് മുൻപിലത്തെ സ്റ്റെപ്പിൽ സ്മോൾ ആക്ടിവിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ സ്മോൾ ടാസ്കുകളായിട്ട് എൻ്റയർ ആക്ടിവിറ്റീസിനെ നാം ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഒരേപോലെ സിമിലർ നേച്ചറിലുള്ള ആക്ടിവിറ്റീസിനെ മുഴുവൻ നാം ഒരു ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുന്നു. ഇതാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ. നമുക്കറിയാം, നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് നാം ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലെ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ദേ ആർ എൻറ്റയർലി കണക്റ്റിംഗ് വിത്ത് ഫിനാൻസ് മാറ്റർ. ഇനി അല്ല, ഫിനാൻഷ്യൽ മാനേജർക്ക് അപ്പുറം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പുറത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ അവർ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സിനായിരിക്കും. ഇതാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, അസൈനിങ് ഓഫ് ഡ്യൂട്ടീസ്. അതായത് ഓരോരുത്തർക്കും, ആ സ്ഥാപനത്തിലെ ഓരോരുത്തർക്കും നാം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്പീരിയർ അയാളുടെ ആക്ടിവിറ്റീസ്, അയാളുടെ ഡ്യൂട്ടീസ് അയാളുടെ തൊട്ടു താഴെയുള്ള സബോർഡിനേറ്റ്സിന് കൈമാറുന്നതിനെയാണ് ഡെലിഗേഷൻ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നന്നായി വളരെ വിശദമായി പഠിക്കാനുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് ദ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഇവിടെ നാം ഓരോരുത്തർക്കും ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഓരോരുത്തർക്കും നാം ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡെലിഗേഷനും അല്ലെങ്കിൽ ഡ്യൂട്ടീസൊക്കെ നാം കൈമാറുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് മറുപടി പറയേണ്ടി വരും, അല്ലേ? ഓരോ വ്യക്തിയും ഓരോരുത്തരോട് അതിൻ്റെ മറുപടി പറയേണ്ടി വരും. ഓരോ സബോർഡിനേറ്റും അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറിനോട് ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇതാണ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഇത്രയേ ഉള്ളൂ. നാം ഇപ്പോൾ ഒരാൾക്ക് ജോബ് കൊടുക്കുന്നു, ഒരു വർക്ക് നാം കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് അവിടെ ഫിക്സ് ചെയ്യും. അപ്പോൾ നാം ഇവിടെ കൊടുത്തിരിക്കുന്ന സബോർഡിനേറ്റിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി.
പക്ഷേ ഇതിന് അതോറിറ്റി ആർക്കുണ്ട്? ഇദ്ദേഹത്തിന് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത ആരാണോ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അതോറിറ്റി ഉണ്ടാവും. ഇതാണ് എസ്റ്റാബ്ലിഷിംഗ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പാണ്.